തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ത്വാഹിറ സംസാരിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ പലരെയും അലട്ടുന്ന, എന്നാൽ പലപ്പോഴും കൃത്യമായ കാരണം തിരിച്ചറിയാതെ പോകുന്ന ഒരു ശാരീരിക അസ്വസ്ഥതയാണ് തലകറക്കം അഥവാ വെർട്ടിഗോ. ആധുനിക ശരീരശാസ്ത്രമനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് തലച്ചോറും ഉൾച്ചെവിയുമാണ്. ഉൾച്ചെവിയിലെ ദ്രാവകങ്ങൾക്കും അവിടുത്തെ സൂക്ഷ്മമായ ഞരമ്പുകൾക്കും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കഠിനമായ തലകറക്കത്തിലേക്ക് നയിക്കും. തലകറക്കത്തിനെ പെരിഫറൽ വെർട്ടിഗോ, സെൻട്രൽ വെർട്ടിഗോ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. പെരിഫറൽ വെർട്ടിഗോ ആന്തരിക കർണത്തിലോ വെസ്റ്റിബുലാർ നാഡിയിലോ ഉണ്ടാകുന്ന തകരാറുകൾ മൂലമുണ്ടാകുന്ന തലകറക്കമാണ് പെരിഫറൽ വെർട്ടിഗോ. ഉദാഹരണങ്ങൾ: ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ, മിനിയസ് ഡിസീസ്, ലാബിരിന്തൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടൈലോസിസ്. സെൻട്രൽ വെർട്ടിഗോ തലച്ചോറിലെ ബ്രെയിൻ സ്റ്റെം, സെറിബെല്ലം എന്നിവയിലെ തകരാറുകൾ മൂലമുണ്ടാകുന്ന തലകറക്കമാണ് സെൻട്രൽ വെർട്ടിഗോ. ഉദാഹരണങ്ങൾ: സ്ട്രോക്ക്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, മസ്തിഷ്ക മുഴകൾ, മൈഗ്രെയിൻ. ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ തലകറക്കത്തിന്റെ ഏറ്റവും സാധാരണമായ കാരണങ്ങളിലൊന്നാണ് BPPV അഥവാ ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ. തലയുടെ ചലനങ്ങൾക്കനുസരിച്ച് പെട്ടെന്നുണ്ടാകുന്നതും എന്നാൽ ചുരുങ്ങിയ സമയം മാത്രം നീണ്ടു നിൽക്കുന്നതുമായ കഠിനമായ തലകറക്കമാണ് ഇത്. നമ്മുടെ ആന്തരിക കർണത്തിൽ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന സെമി സർക്കുലർ കനാലുകളുണ്ട്. ഇതിനുള്ളിൽ ദ്രാവകവും ചെറിയ കാൽഷ്യം കാർബണേറ്റ് തരികളും അടങ്ങിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഈ തരികൾ യൂട്രിക്കിൾ എന്ന ഭാഗത്താണ് ഇരിക്കുക. എന്നാൽ പ്രായമാവുമ്പോൾ അല്ലെങ്കിൽ അണുബാധ, തലക്കേൽക്കുന്ന ആഘാതം എന്നീ കാരണങ്ങളാൽ ഈ തരികൾ അവിടെ നിന്ന് മാറി ബാലൻസ് നിയന്ത്രിക്കുന്ന കനാലുകളിലേക്ക് വീഴുന്നു. തല തിരിക്കുമ്പോൾ ഈ തരികൾ ദ്രാവകത്തിൽ ചലിക്കുകയും അത് തലച്ചോറിലേക്ക് തെറ്റായ സന്ദേശങ്ങൾ അയക്കുകയും ചെയ്യുന്നു. ഇതാണ് തലകറക്കത്തിന് കാരണമാവുന്നത്. പ്രധാന ലക്ഷണങ്ങൾ: പെട്ടെന്നുണ്ടാകുന്ന തലകറക്കം. കട്ടിലിൽ കിടന്നുകൊണ്ട് ചരിയുമ്പോഴോ മുകളിലേക്ക് നോക്കുമ്പോഴോ കുനിയുമ്പോഴോ ആണ് ഇത് അനുഭവപ്പെടുന്നത്. സാധാരണയായി തലകറക്കം 1 മിനിറ്റിൽ താഴെ മാത്രമേ നീണ്ടു നിൽക്കൂ. ചിലപ്പോൾ ഛർദ്ദിക്കാനുള്ള തോന്നൽ, നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ വീഴാൻ പോകുന്നത് പോലെയുള്ള തോന്നൽ എന്നിവയുണ്ടാകാം. ചികിത്സ: വ്യക്തിഗത ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ഹോമിയോപ്പതി മരുന്നുകളോടൊപ്പം ബാലൻസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രത്യേക വ്യായാമങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യണം. മിനിയസ് ഡിസീസ്. മിനിയസ് ഡിസീസ് എന്നത് ഉൾച്ചെവിയെ ബാധിക്കുന്ന ഒരു ദീർഘകാല രോഗമാണ്. ശരീരത്തിന്റെ ബാലൻസിനെയും കേൾവിയെയും ഇത് ഒരുപോലെ ബാധിക്കുന്നു. പ്രധാന ലക്ഷണങ്ങൾ: തലകറക്കം. പെട്ടെന്നുണ്ടാകുന്നതും കഠിനവുമായ തലകറക്കം. ഇത് മിനിറ്റുകൾ മുതൽ മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കാം. കേൾവിക്കുറവ്. പ്രത്യേകിച്ച് താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ പ്രയാസം അനുഭവപ്പെടാം. ചെവിയിൽ മൂളലോ ഇരമ്പലോ അനുഭവപ്പെടുക, ചെവി അടയുന്നത് പോലെ തോന്നൽ എന്നിവയാണ് മറ്റ് പ്രധാന ലക്ഷണങ്ങൾ. നമ്മുടെ ചെവിക്കുള്ളിലെ എൻഡോലിംഫ് എന്ന ദ്രാവകത്തിന്റെ അളവ് കൂടുന്നതാണ് ഈ രോഗത്തിന് പ്രധാന കാരണമായി കരുതപ്പെടുന്നത്. ഈ ദ്രാവകം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നതിലെ തടസ്സങ്ങൾ, രോഗപ്രതിരോധ വ്യവസ്ഥയിലെ അസ്വാഭാവികതകൾ, ജനിതക കാരണങ്ങൾ, വൈറൽ അണുബാധകൾ, അലർജി എന്നിവ ഇതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളാണ്. രോഗിയുടെ ലക്ഷണങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് പ്രധാനമായും രോഗനിർണയം നടത്തുന്നത്. ഇതിനായി ഓഡിയോമെട്രി, ബാലൻസ് പരിശോധനകൾ, MRI അല്ലെങ്കിൽ CT സ്കാൻ എന്നീ പരിശോധനകൾ നടത്താറുണ്ട്. ശരിയായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് ചെവിക്കുള്ളിലെ ദ്രാവകം കുറയ്ക്കാൻ സഹായിക്കും. ചായ, കാപ്പി, മദ്യം, പുകയില എന്നിവ ഒഴിവാക്കണം. വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ്. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന ആന്തരിക കർണത്തിലെ നാഡിയാണ് വെസ്റ്റിബുലാർ നാഡി. ഈ നാഡിയിൽ ഉണ്ടാകുന്ന വീക്കത്തെ വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് എന്ന് വിളിക്കുന്നു. ഇത് പെട്ടെന്നുണ്ടാകുന്ന കഠിനമായ തലകറക്കത്തിന് കാരണമാകുന്നു. പ്രധാന ലക്ഷണങ്ങൾ: പെട്ടെന്ന് തുടങ്ങുന്നതും ദീർഘനേരം നീണ്ടു നിൽക്കുന്നതുമായ തലകറക്കം. ചുറ്റുമുള്ളവ കറങ്ങുന്നതായി അനുഭവപ്പെടും. തലകറക്കത്തിനോടൊപ്പം ശക്തമായ ഓക്കാനവും ഛർദിയും ഉണ്ടാകാം. നിൽക്കാനോ നടക്കാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഒരു വശത്തേക്ക് ചരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ചിലപ്പോൾ കണ്ണുകൾ പെട്ടെന്ന് ഒരു വശത്തേക്ക് ചലിക്കുന്നത് കാണാം. കേൾവി ശക്തിക്ക് തകരാറോ ചെവിയിൽ മുഴക്കമോ ഉണ്ടെങ്കിൽ അത് ലാബിരിന്തൈറ്റിസ് എന്ന അവസ്ഥയാകാം. മിക്കവാറും സന്ദർഭങ്ങൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ, അതായത് ജലദോഷം, ഇൻഫ്ലുവൻസ തുടങ്ങിയവയ്ക്ക് ശേഷമാണ് ഇത് കണ്ടുവരുന്നത്. ഈ വൈറസുകൾ വെസ്റ്റിബുലാർ നാഡിയെ ബാധിക്കുകയും അവിടെ വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. രോഗനിർണയം: ഡോക്ടർമാർ കണ്ണിന്റെ ചലനങ്ങൾ പരിശോധിക്കുന്നു. കേൾവിശക്തിക്ക് മാറ്റമുണ്ടോ എന്നറിയാൻ ഹിയറിംഗ് ടെസ്റ്റ് ആവശ്യമായി വരാം.
തലകറക്കത്തിന് മറ്റ് ഗൗരവമായ കാരണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ MRI, CT സ്കാൻ തുടങ്ങിയ പരിശോധനകളും നിർദ്ദേശിക്കാം. രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും നാഡിയുടെ വീക്കം മാറ്റാനുമാണ് ചികിത്സ നൽകുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. തലകറക്കം മാറിയതിനു ശേഷം ബാലൻസ് വീണ്ടെടുക്കാൻ സഹായിക്കുന്ന പ്രത്യേക വ്യായാമങ്ങളും ആവശ്യമായി വരും. കഠിനമായ ലക്ഷണങ്ങൾ സാധാരണയായി 2 മുതൽ 3 ദിവസം വരെ നീണ്ടു നിൽക്കും. എന്നാൽ പൂർണ്ണമായി പഴയ അവസ്ഥയിലേക്ക് മാറാൻ ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം. സെർവിക്കോജെനിക് വെർട്ടിഗോ. സെർവിക്കൽ സ്പോണ്ടൈലോസിസ് അഥവാ കഴുത്തിലെ അസ്ഥികൾക്കും തരുണാസ്ഥികൾക്കും തേയ്മാനം സംഭവിക്കുന്നത് കാരണം ഉണ്ടാകുന്ന തലകറക്കമാണ് സെർവിക്കോജെനിക് വെർട്ടിഗോ. നമ്മുടെ കഴുത്തിലെ കശേരുക്കൾക്ക് ഇടയിലുള്ള ഡിസ്കുകൾ പ്രായം കൂടുന്തോറും അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഇരിപ്പ് അല്ലെങ്കിൽ കിടപ്പ് മൂലം തേയ്മാനം സംഭവിക്കാം. ഇത് കഴുത്തിലെ നാഡികളെയോ രക്തക്കുഴലുകളെയോ സമ്മർദ്ദത്തിലാക്കുമ്പോൾ തലച്ചോറിലേക്ക് ബാലൻസ് നിലനിർത്താൻ പോകുന്ന സിഗ്നലുകളിൽ തടസ്സമുണ്ടാകുന്നു. പ്രധാന ലക്ഷണങ്ങൾ: പെട്ടെന്ന് കഴുത്ത് വെട്ടിക്കുമ്പോഴോ ഒരു വശത്തേക്ക് തിരിക്കുമ്പോഴോ ആണ് തലകറക്കം അനുഭവപ്പെടുക. കഴുത്തിന് പുറകിൽ വേദന, പേശികൾ വലിഞ്ഞു മുറുകുന്നതായ തോന്നൽ, നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ വീണുപോകാമെന്നുള്ള തോന്നൽ, തലയുടെ പിൻഭാഗത്തു നിന്ന് തുടങ്ങുന്ന വേദന, തോളുകളിലേക്കും കൈകാലുകളിലേക്കുമുള്ള വേദനയും തരിപ്പും എന്നിവയാണ് മറ്റ് പ്രധാന ലക്ഷണങ്ങൾ. കാരണങ്ങൾ: കഴുത്തിലെ തേയ്മാനം കാരണം തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ സമ്മർദ്ദമുണ്ടാവുകയും രക്തയോട്ടം കുറയുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് സംബന്ധിച്ച വിവരങ്ങൾ നാഡികൾ വഴി തലച്ചോറിലെത്തുന്നു. കഴുത്തിലെ വീക്കം കാരണം തെറ്റായ സിഗ്നലുകൾ തലച്ചോറിലേക്ക് പോകുമ്പോൾ തലകറക്കം അനുഭവപ്പെടുന്നു. കഴുത്തിലെ പേശികൾ അമിതമായി മുറുകുന്നത് ബാലൻസിനെ ബാധിക്കുന്നു. രോഗനിർണയം: ഡോക്ടർമാർ കഴുത്തിന്റെ ചലനശേഷിയും ബാലൻസും പരിശോധിക്കുന്നു. കശേരുക്കളിലെ തേയ്മാനത്തിന്റെ ആഴം മനസ്സിലാക്കാൻ എക്സ്റേ, MRI സ്കാൻ തുടങ്ങിയ പരിശോധനകൾ ആവശ്യമായി വരാം. കഴുത്തിലെ പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ മാത്രമേ ഈ തലകറക്കം പൂർണ്ണമായി മാറ്റാൻ സാധിക്കൂ. രോഗിയുടെ വ്യക്തിഗത ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ഹോമിയോപ്പതി മരുന്നിനോടൊപ്പം കഴുത്തിലെ പേശികളെ ബലപ്പെടുത്താനുള്ളതും കഴുത്തിന്റെ ചലനശേഷി വർദ്ധിപ്പിക്കാനുള്ളതുമായ വ്യായാമങ്ങളും ആവശ്യമാണ്. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിക്കുമ്പോൾ കഴുത്ത് കുനിച്ചു പിടിക്കാതെ നേരെ ഇരിക്കുക. ഉറങ്ങുമ്പോൾ അധികം ഉയരമുള്ളതോ വല്ലാതെ താഴ്ന്നതോ ആയ തലയിണ ഒഴിവാക്കുക. കഴുത്തിന് അമിത ആയാസം നൽകുന്ന ജോലികൾ ഒഴിവാക്കുക എന്നിവയും ശ്രദ്ധിക്കണം. സെൻട്രൽ വെർട്ടിഗോ. സെൻട്രൽ വെർട്ടിഗോ എന്നാൽ തലച്ചോറിലെ പ്രധാന ഭാഗങ്ങളിലുണ്ടാകുന്ന തകരാറുകൾ മൂലം അനുഭവപ്പെടുന്ന തലകറക്കമാണ്. ഇത് കൂടുതൽ ഗൗരവകരമാണ്. തലച്ചോറിലെ സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം എന്നീ ഭാഗങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് സെൻട്രൽ വെർട്ടിഗോയ്ക്ക് കാരണം. ശരീരത്തിന്റെ ബാലൻസ് നിയന്ത്രിക്കുന്നതിൽ ഈ ഭാഗങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സെൻട്രൽ വെർട്ടിഗോ പലപ്പോഴും ഇനി പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമാകാം. സ്ട്രോക്ക്. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് കാരണം തലകറക്കം അനുഭവപ്പെടുന്നു. സെറിബെല്ലത്തിലോ ബ്രെയിൻ സ്റ്റെമിലോ ഉണ്ടാകുന്ന മുഴകൾ. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഇത് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. മൈഗ്രെയിൻ. കടുത്ത തലവേദനയോടൊപ്പം തലകറക്കവും അനുഭവപ്പെടാം. അപകടങ്ങൾ മൂലം തലച്ചോറിനുണ്ടാകുന്ന ക്ഷതം മറ്റൊരു പ്രധാന കാരണമാണ്. പെരിഫറൽ വെർട്ടിഗോയെ അപേക്ഷിച്ച് ഇതിന്റെ ലക്ഷണങ്ങൾ കൂടുതൽ കാലം നീണ്ടു നിൽക്കാം. പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ്: സ്ഥിരമായ തലകറക്കം, പെട്ടെന്നുണ്ടായി മാറുന്നതിന് പകരം ദീർഘനേരം നീണ്ടു നിൽക്കുന്ന തലകറക്കം, നടക്കുമ്പോഴുള്ള ബാലൻസ് കുറവ്, നേരെ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, കാഴ്ചയിലെ മാറ്റങ്ങൾ, വസ്തുക്കൾ രണ്ടായി കാണുക അല്ലെങ്കിൽ കണ്ണ് നിയന്ത്രിക്കാൻ കഴിയാതെ വരിക, വാക്കുകൾ കുഴഞ്ഞു പോവുക, കൈകാലുകൾക്കോ മുഖത്തോ അനുഭവപ്പെടുന്ന ബലക്കുറവ്, കേൾവിക്കുറവോ ചെവിയിൽ മുളലോ സാധാരണയായി സെൻട്രൽ വെർട്ടിഗോയിൽ ഉണ്ടാകാറില്ല. സെൻട്രൽ വെർട്ടിഗോയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ CT, MRI തുടങ്ങിയ പരിശോധനകൾ ആവശ്യമായി വരാം. കാരണം കണ്ടെത്തി അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നൽകേണ്ടത്. ഹോമിയോപ്പതിയിൽ തലകറക്കം ഒരു രോഗമായല്ല, മറിച്ച് ശരീരത്തിലെ ആന്തരിക അസന്തുലിതാവസ്ഥയുടെ ഒരു ലക്ഷണമായാണ് കണക്കാക്കുന്നത്. തലകറക്കം അനുഭവപ്പെടുന്ന ഓരോ രോഗിക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. ഓരോ രോഗിക്കും തലകറക്കം അനുഭവപ്പെടുന്നത് വ്യത്യസ്ത കാരണങ്ങളാലും വ്യത്യസ്ത സാഹചര്യങ്ങളിലുമായിരിക്കും. ഈ പ്രത്യേകതകളോടൊപ്പം ആ രോഗിയുടെ മാനസികവും ശാരീരികവുമായ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഹോമിയോപ്പതി മരുന്ന് നിശ്ചയിക്കുന്നത്. തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ത്വാഹിറ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. Shaka